ഉണ്ണീശോയും മാതാവും യൗസേപ്പിതാവും ഈജിപ്തിൽ നിന്നും നസ്രത്തിലേക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ തിന്നാൻ ഒരു കൂട്ടം പക്ഷികളെത്തി. അവ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ആനന്ദഗീതങ്ങൾ പാടിക്കൊണ്ട് ആഹാരപദാർത്ഥങ്ങൾ കൊത്തിത്തിന്നു. ഒരു ഭയവുമില്ലാതെ ഉണ്ണീശോയുടെ അരികത്ത് അവർ ചാടിത്തുള്ളിക്കളിക്കുന്ന മനോഹര രംഗം വാത്സല്യപൂർവ്വം ശ്രദ്ധിച്ചു. അതിൽ ഒരു പക്ഷി ആഹാരക്കുറവ് മൂലം ശോഷിച്ചതും പറക്കാൻ ശക്തിയില്ലാത്തതുമായിരുന്നു. ഉണ്ണീശോ അതിനെ സ്നേഹപൂർവ്വം കയ്യിലെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഭയന്നുമാറാതെ അത് നിന്നുകൊടുത്തു. ആ പാവം പക്ഷിയെ കരങ്ങളിലെടുത്ത് മാറോട് ചേർത്തു പിടിച്ചു. ആ കുഞ്ഞുപക്ഷിയെ മടിയിലിരുത്തി ഭക്ഷണം നൽകി. അതിനുശേഷം ഹൃദയത്തോട് ചേർത്തുവച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ മുറിവുകളും ഉണക്കുന്നതും യഥാർത്ഥ അറിവും ഒരേയൊരു ജ്ഞാനവും പഠിപ്പിക്കുന്നതുമായ സ്ഥലം ഇവിടെ മാത്രമാണ്. എന്റെ ഹൃദയത്തിൽ നിന്നുള്ള സൗഖ്യവും അറിവും ജ്ഞാനവും സ്വന്തമാക്കുന്ന ആർക്കും എവിടെയും നിർഭയം ജീവിക്കാൻ സാധിക്കും.